ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫിഷിങ്ങിൻ്റെ പരിപാടിയല്ല, ഞാൻ എയിമിംഗ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ജോലിയും കഴിഞ്ഞപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ എയിമിങ്ങിൻ്റെ പരിപാടിയിലോട്ട് പോകാം. കുറേ പേര് ചോദിച്ചായിരുന്നു എയിമിങ് എങ്ങനെയാണ്, ഇപ്പം വെള്ളത്തിൽ ഇരിക്കുന്നത് എങ്ങനെ അടിക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നുകൂടെ ഇടുക കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നുകൂടി ഇടുക. അപ്പോൾ എന്താണ് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സിംഗിൾ റബ്ബർ ഇടത്തില്ല. സിംഗിൾ റബ്ബർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിൽ വെള്ളം തട്ടി കീറിപ്പോവും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഡബിളാണ് കേട്ടോ, ഡബിൾ റബ്ബറാണ്. പിന്നെ ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കവണയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വട്ടം അങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. ഈ റബ്ബർ കൊള്ളാത്തതുകൊണ്ട് ഞാൻ പിന്നെ അടിക്കാൻ നിന്നില്ല. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതെങ്ങനെ കിട്ടുന്നതും ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാർട്ട് കണ്ടോ, ഡാർട്ടിൽ ഇത് നമ്മൾ പിടിക്കുന്ന ഭാഗം, ഈ പിടിക്കുന്ന ഭാഗത്തിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. കാരണം എന്താണ്ട് ഈ വര കണ്ടോ, ഈ വെട്ടില്ലേ, ഈ വെട്ട് കണ്ട, ഈ വെട്ട് ഈ മടക്കിനകത്താണ് നമ്മൾ ഈ പാമ്പ് പിടിക്കുന്നത്. ഉണ്ടോ, ഇങ്ങനെ പിടിക്കുക ഉണ്ടോ, അത്രയേ ഉള്ളൂ. ഈ വിരലിന് ഒരു സപ്പോർട്ടും ഇതുമുണ്ട്, ഇങ്ങനെ ഒരു സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഈ വലിച്ചു പിടിക്കുന്ന സമയത്ത് ചിലപ്പം ഇങ്ങനെ അങ്ങ് തെറ്റിപ്പോവും. പിടിക്കുന്ന പിടിക്കുക നമ്മുടെ വിരലിന് ഗ്രിപ്പ് കിട്ടില്ലെങ്കിൽ ഇതിനങ്ങ് തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കോട്ടൻ്റെ ഗ്ലൗസ്, അത് കയ്യിലിടുക. ഏറ്റവും നല്ലതാണ്. ബ്രൈഡൊക്കെ മീനെ കടി കൊണ്ട് ചിലപ്പം മീൻ വലിച്ചുകൊണ്ട് പോകുന്ന കഴിക്കാൻ നമ്മളെ ബ്രൈഡ് നമ്മുടെ ഈ കൈ കൊണ്ട് മുറിയും, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കണ്ടേ, ഞാൻ നേരത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ബ്രൈഡ് കൊണ്ട് കണ്ടോ, ഇത് ബ്രൈഡ് കൊണ്ടതാണ്ടോ, ഈ ഭാഗം കാണുന്നുണ്ടോ, ബ്രൈഡ് കൊണ്ടൊന്ന് കീറിപ്പോകുന്നതാണ്. അത്രയും ഭാഗം കീറി അങ്ങ് പോവും. അപ്പോൾ അതിനാ ഗ്ലൗസ് ഇടാൻ പറഞ്ഞ്. ഇപ്പോൾ ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നുകൊണ്ടായി കൈ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഈ മുറിഞ്ഞിരിക്കുന്നതേ ബ്രൈഡ് കൊണ്ട് മുറിഞ്ഞതാണ്, ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് മുറിഞ്ഞതാണ്. അത് ബ്രൈഡ് എന്ന് പറഞ്ഞ് മുറിഞ്ഞതാണ്. അപ്പോൾ ഏറ്റവും സേഫ്റ്റി രണ്ട് കയ്യിലും ഗ്ലൗസ് ഇടുക. പിന്നെ ഒന്ന് വേണ്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഏതാണ്ട് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി കാർഡ്. ഇത് എത്ര ഉന്നമുള്ളവരായാലും ശരി തന്നെ ഇത് ഉപയോഗിക്കണം. എത്ര എയിമിങ് വശമുള്ളവരായാലും ശരി തന്നെ ഇതൊന്നും ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം എപ്പോഴും നമ്മൾ എയിമിങ് കറക്റ്റായിട്ട് വരണമെന്നില്ല. നമ്മൾ എയിം ചെയ്യുന്ന സമയത്ത് ഈ ഡാർട്ട് കൊരുക്കേണ്ടത് ഈ സൈഡിൽ നിന്ന് കൊരുത്തു കഴിഞ്ഞാൽ ഈ റബ്ബറിൻ്റെ വലിവേ കിട്ടത്തുള്ളൂ കേട്ടോ. ഡാർട്ട് ഈ സൈഡിലായി കഴിഞ്ഞാൽ ഈ റബ്ബറിൻ്റെ വലിവേ കിട്ടത്തുള്ളൂ. നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ ഇതേ വലിഞ്ഞ് നിൽക്കത്തുള്ളൂ. ഇത് ഫ്രീ ആയിട്ട് കിടക്കും. അപ്പം കറക്റ്റ് ഒന്നും കൊള്ളത്തില്ല, ചിലപ്പം പാളിയൊക്കെ പോകും. അതുകൊണ്ടെന്താണ് ഈ റബ്ബറിൻ്റെ ഇതിൻ്റെ സെൻറ്റർ, ഈ ബ്രൈഡിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ കിടക്കണം കേട്ടോ, സെൻറ്റർ കിടക്കുക. അതപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം, എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ സെൻറ്റർ കിടക്കണം. ഇപ്പം നല്ല ക്ലിയറായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കണം. ഇതുപോലെ സെൻറ്റർ കിടക്കുക കണ്ടോ, ഇതുപോലെ സെൻറ്റർ കിടന്നിട്ടേ നമ്മൾ എയിം ചെയ്യാവും. എയിമിങ് പിടിക്കുമ്പോൾ ദാണ്ട് ഒരു പോയിൻ്റ് കാണുന്നുണ്ടോ, ആ ഒരു കറുത്ത അടയാളം കാണുന്നുണ്ടോ, ദാണ്ട് ആ കറുത്ത അടയാളം കണ്ടോ, ആ അടയാളം നമ്മൾ നോക്കേണ്ടതാണ്ട് എയിമിങ് ഉണ്ടോ. ഇത് കമ്പനി തരുന്ന എയിമിങ് പോയിൻ്റാണ് കണ്ടോ. ദാണ്ട് ഈ വെട്ട് കണ്ടോ, ഈ വെട്ട് കമ്പനി തരുന്ന പോയിൻ്റാണ്. നിങ്ങൾ കണ്ട ഇതും വേണമെങ്കിലും എടുക്കാം, ഈ എൻഡും എടുക്കാം, ഇതും എടുക്കാം, ഇതിൻ്റെ സെൻറ്ററും എടുക്കാം. പക്ഷേ ഇത് ഇങ്ങനെ ചരിച്ച് പിടിച്ചെടുക്കണ്ടോ. ആ കറുത്ത വര ഉണ്ടോ, ഞാൻ ആ കാണിച്ചു തന്നെ ആ കറുത്ത വര ഉണ്ടോ, ആ വര ഉണ്ടോ, ആ വരയിലോട്ട് ഞാൻ കണ്ട് ഈ കാണിച്ചു തന്നെ ഈ പോയിൻ്റ് കറക്റ്റ് കൊണ്ടുമില്ല കണ്ടോ, അതുപോലെ നിർത്തുക.
നിർത്തിയിട്ട് ഇതിങ്ങനെ വലിച്ച് സെൻറ്ററായിരിക്കണം ഡാർട്ട്, റബ്ബർ ചുറ്റരുത്. സൈഡിലോട്ട് ഡാർട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറി കഴിഞ്ഞാൽ പണിയാവും. പിന്നെ ഇങ്ങനെ നമ്മൾ ഈ സാധനം ഇട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി ഇതിനകത്ത് കൊള്ളും. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു മെറ്റൽ പീസാണ് കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കൊണ്ടാലും കണ്ടോ നല്ലൊരു മെറ്റൽ പീസാണ് കിടക്കുന്നത്. ഇത് കൊണ്ടാലും അതങ്ങ് മാറിപ്പോത്തേ ഉള്ളൂ കേട്ടോ. ഡയറക്റ്റ് സെൻറ്റർ വരുത്തുക. ഇങ്ങനെ സെൻറ്റർ ഒരുക്കുക. ആ പോയിൻറ്റിലോട്ട് കാണിക്കുക. ഉണ്ടോ പോയിൻ്റ് കണ്ടോ? ഇങ്ങനെയും പിടിക്കാം, ഇങ്ങനെയും പിടിക്കാം, ഈ പോയിൻ്റ് പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ കറക്റ്റ് പിടിച്ചിരുന്നാൽ മതി. നമ്മൾ ഈ ഡാർട്ട് എവിടെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണാടി മിക്കുള്ളവർക്ക് ഇത് അറിയത്തില്ല എന്ത് സംഭവമെന്ന്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഈ കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിലുണ്ടല്ലോ, ഈ വെള്ളത്തിൻ്റെ മണ്ട അടിക്കുന്ന വെയിൽ, അത് നമ്മുടെ കണ്ണിൽ അടിക്കത്തില്ല ഇതിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അടിയിൽ കിടക്കുന്ന മീനെ നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന മീനെ കാണാം. അത് മാത്രമല്ല, കണ്ണാടി ഇട്ടില്ലേലും എനിക്ക് മീനെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മീനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന റബ്ബർ കൊള്ളത്തില്ലായിരിക്കും. റബ്ബർ ഇവിടെ എല്ലാം വെച്ച് ഇവിടെ എല്ലാം വെച്ച് കീറിയിരിക്കുമെന്ന് ഇത് പൊട്ടി നമ്മുടെ കണ്ണി വന്നടിക്കും. കണ്ണിൽ അടി കൊണ്ട് കഴിഞ്ഞാൽ കണ്ണും ഇളവി പോത്തേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് എല്ലാം അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യലും. ഇത് കമ്പനി കൊടുത്തിരിക്കുന്ന എല്ലാ ഐറ്റങ്ങളും ഇതിനകത്തുണ്ട്. അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എയിമിങ് ചെയ്യുക. പിന്നെ പഠിക്കാൻ നേരത്ത് കൂടെ ആരെയും കൊണ്ട് പോകരുത്, ഒറ്റയ്ക്ക് നിന്ന് പഠിക്കുക. പിന്നെ ഈ കവണ പിടിക്കുമ്പോൾ ഇങ്ങനെ ചിറഞ്ഞ് നിന്ന് പിടിക്കരുത്. ഇങ്ങനെ നേരെ പിടിക്കുക. ഇങ്ങനെ ചരിക്കാനോ ഇങ്ങനൊന്നും പാടില്ല. ഇങ്ങനെ കറക്റ്റ് പിടിക്കുക. നമ്മൾ ഈ ഡാർട്ട് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ വലിക്കും, നമ്മുടെ കൂടെ ഇത് കവണയും വരും. അങ്ങനെ വരില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുക. നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ കവണ വരില്ല, ഇങ്ങനെ പിടിക്കുക. ഉണ്ടോ? ഇങ്ങനെ സെറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത് പഠിക്കണം. ഇത് കണ്ടോ, ഈ കവണ ഇരിക്കുന്നുണ്ടോ? ഈ പൊസിഷനിലേ ഇരിക്കാവൂ. കണ്ടോ, ഈ കവണ കണ്ടോ? ഈ കവണ ഇരിക്കുന്നുണ്ടോ? ഇങ്ങനെ ഇരിക്കാവൂ. അതുപോലെ ഡാർട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ആയിരിക്കണം കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിലായിരിക്കണം. കണ്ടോ കണ്ടോ ഇങ്ങനെ വേണം കവണ ഇരിക്കുക. കാണാമല്ലേ? ഇങ്ങനെ ചരിയരുത്, ഇങ്ങോട്ടും പോവല്ലും, ഇങ്ങനെ ചരിയരുത് കേട്ടോ. ഇങ്ങനെ നേരെ തന്നെ കവണ ഇരിക്കുക. നമ്മൾ ഈ ഡാർട്ട് ഇങ്ങനെ വലിക്കുമ്പം ഈ ഡാർട്ടിൻ്റെ കൂടെ കവണ ഇങ്ങനെ പോകും. അതിന് നമ്മൾ ഇടം കൊടുക്കാതെ കവണയിൽ ഇങ്ങനെ ശക്തിയായിട്ട് പിടിച്ചാൽ മതി. കണ്ടോ? ഇങ്ങനെ പിടിച്ച് ഡാർട്ട് മാത്രം ഇങ്ങനെ അങ്ങ് വലിക്കുക കേട്ടോ. ഡാർട്ട് മാത്രം ഇങ്ങനെ അങ്ങ് വലിച്ചാൽ മതി. പിന്നെ എയിമിംഗ് പോയിൻ്റ് നേരത്തെ കാണിച്ചു തന്നണക്ക് നിൻ്റെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇവിടെ ചീക്കിൽ എങ്ങനെ വയ്ക്കുന്നതെന്ന് വെച്ചാൽ അത് അവരോരെ എയിമിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി കാണിച്ചു കേട്ടോ. ഇങ്ങനെ വയ്ക്കുക. ഇവിടെ ഈ സൈഡിൽ വെക്കുന്നുണ്ട്, ഈ സൈഡിൽ. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ എയിമിങ് ചെയ്യുമ്പോൾ ഈ ഒരു വിരലിൻ്റെ കനത്തി വേണം. ഈ ഒരു വിരലിൻ്റെ കനത്തിലേ നമ്മൾ അകത്തി പിടിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഇട്ടിരിക്കുന്ന റീലിൽ നിന്ന് ആ ബ്രൈഡ് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ, പവറിലെ ബ്രൈഡ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇവിടെ തട്ടി ഉരഞ്ഞ് വേദന എടുക്കും. അന്നും വരാൻ നോക്കണം. അപ്പോൾ നാണ്ടെ തള്ളവറിൽ ഞാൻ വെച്ചിരിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഈ തള്ളവറിൽ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് നോക്കണം. കണ്ടോ കണ്ടോ? നമ്മൾ ഇവിടെയും പിടിക്കാം, ഇവിടെയും പിടിക്കാം. ഇവിടെ ഇച്ചിരി കൂടെ കുത്തനെ അടിക്കുമ്പോൾ ഇങ്ങനെ കാത്ത് പിടിക്കുക. ഇവിടെ നേരെ ഇവിടെ നേരത്തെ നമ്മളതിനെ പിടിക്കുക. ഞാൻ ഇങ്ങനെ പിടിച്ചടിച്ച് ശീലം ഉണ്ടാകേണ്ട എൻ്റെ ഒരു വശവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ ഒരു വശം നിങ്ങൾ പഠിക്കണമെന്നില്ല. അവരൊരു രീതിയിൽ കവണ പിടിച്ച് അവരൊരു പഠിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റാണ് അവർ. അപ്പം 2 വട്ടം അടിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറരുത്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പുതിയൊരാൾക്കാരാകുമ്പോൾ ഒരു മീനെ കണ്ടു കഴിയുമ്പം നമ്മൾ പെട്ടെന്ന് അതിനെ അടിച്ചു കഴിഞ്ഞാൽ പാടാ, കിട്ടത്തില്ല. അപ്പം മീൻ നിൽക്കുന്ന പൊസിഷനെ നമ്മൾ കാത്തിരിക്കണം. ഒരിക്കലും മീനിൻ്റെ നേരെ അടിക്കരുത്.
അടിക്കാതെ മീൻ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ താത്തടിക്കുക. മീൻ ബബിൾ നിൽക്കുവാണെങ്കിൽ ഇന്ന് എത്രയും താത്തടിക്കുക. ഈ അടിയിൽ പോകണം. അതായത് അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, മീനിൻ്റെ അടിഭാഗം. ഈ അടിഭാഗത്തുനിന്ന് അടിയിലോട്ട് പോവുക മുമ്പ്. ആ മീനെ നോക്കിക്കൊണ്ട് താഴെ അടിച്ചാൽ മതി. താഴെ നമ്മൾ ഈ എയിമിങ് പോയിൻ്റ് ഞാൻ കാണിച്ചു തന്നല്ലോ. എയിമിങ് പോയിൻ്റ് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ അടിയിൽ നമ്മൾ ഈ എയിമിങ് കാണാവും. ഈ മീനിൻ്റെ അടിയിൽ ഇതിപ്പം മീനാണെന്ന് വെച്ചോ. ഇപ്പം വേണ്ടേ എയിമിങ് പോയിൻ്റ്, ഈ പോയിൻ്റ് കണ്ടോ, അതിൻ്റെ അടിയിൽ ഇവിടെ പോയിൻ്റ് നിൽക്കാവും. ഈ എയിമിങ് പോയിൻ്റ് ഇതിൻ്റെ നേരെ നിൽക്കാവും. എന്നെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഡാർട്ട് കറക്റ്റ് ഇതിൻ്റെ ദേഹത്ത് കയറത്തോളൂ. നമ്മൾ മീനിൽ നിന്ന് താത്തടിച്ചെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ ദേഹത്ത് കയറത്തോളൂ. അപ്പോൾ കൂടുതൽ നമ്മൾ അതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ, ആ തലഭാഗം കൂടെ നോക്കി വേണം അടിക്കാൻ. ഓടിപ്പോകുന്നൊരു മീനാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് കയറ്റി ആ തലഭാഗത്ത് നോക്കി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. അത് പഠിച്ചു തരുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. 2 ദിവസം ഫിഷിങ്ങിന് പോയിട്ട് ചിലപ്പം കിട്ടത്തില്ല. ഞാൻ പഠിക്കാൻ പെട്ട ഒരുപാട് പാട് പെട്ടിട്ടുണ്ട്. അവസാനം നമ്മൾ പ്രാർത്ഥന പോലെ വന്നിട്ടുണ്ട്. നമുക്ക് അന്നേരം ദേഷ്യവും കലിയും ഭയങ്കര വിഷമോ. കാരണം ഇത്രയും ഉണ്ടായിട്ട് നമ്മൾ മീനെ അടിച്ചിട്ട് അടി കൊള്ളുന്നില്ല. നിങ്ങൾ മീനെ അടിച്ച് നോക്കുമ്പോൾ അറിയാം. നമ്മൾ ഈ അടിച്ച് ഇങ്ങനെ നോക്കുമ്പം ആ ഡാർട്ട് ചെല്ലുന്നത് നമുക്ക് അറിയാം. ഈ കണ്ണാടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഡാർട്ട് ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുന്നത് എങ്ങനെ ആയിരിക്കും? മേളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. മീനിൻ്റെ മേളിൽ കൂടെ ആയിരിക്കും ഡാർട്ട് പോകുന്നത്. അപ്പോൾ എന്തോ ചെയ്യണം? മീനിൻ്റെ മേളിൽ കൂടെ പോകുമ്പം നമുക്കത് കറക്റ്റ് നമുക്ക് അടിക്കുമ്പോഴേ അറിയാം മേളിൽ കൂടെ പോകുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ താത്തടിക്കാൻ പഠിക്കണം. മീനിൻ്റെ മേളിലേക്ക് കൂടെ അല്ലേ പോയത്, അതുകൊണ്ട് താത്തടിക്കാൻ പഠിക്കുക. ഇവിടെ താത്തടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരടുത്തൂടെയൊക്കെ പോകും. ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് ഒന്നുകൂടെ താത്തടിക്കുക. നമ്മൾ മീനെ നേരെ അടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയം കാണും. എവിടെ പോലെ നേരെ അടിക്കും. നേരെ അടിക്കുന്ന ഏത് മീനാന്ന് പറയുമ്പോൾ ഈ ടോപ്പിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ മേളിൽ കിടക്കുന്ന മീൻ, ഈ വരാൽ, ഇതിനൊക്കെയാണെങ്കിൽ നമുക്ക് നേരെ അടിക്കാം. കോലാനെ ഇതിനെയൊക്കെയാണെങ്കിൽ നമ്മൾ നേരെ അടിക്കാം, കുഴപ്പമില്ല. അതിനെ നേരെ തന്നെ അടിച്ചാൽ മതി. വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നത് നമ്മൾ അതനുസരിച്ച് അടിക്കണം. പിന്നെ സേഫ്റ്റി ഗാർഡ് ഇത് മസ്റ്റായിരിക്കണം കേട്ടോ. എത്ര ഉന്നമുള്ള കക്ഷികളാണെങ്കിലും പറഞ്ഞ് ഇതിടാതെ പോയി കഴിഞ്ഞാലേ ഈ ഡാർട്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ കൊള്ളും. ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ ഇനി ഇപ്പുറത്തിറങ്ങും. ഇങ്ങനെ നിൽക്കും ഡാർട്ട് കണ്ടോ, ഇപ്പുറത്തിറങ്ങി നിൽക്കും. അത് മാത്രമല്ല അടി നമ്മൾ പറ്റുന്ന എവിടെയെന്ന് വെച്ചാൽ ഇവിടെയും പറ്റും, ഈ എല്ലിനകത്തും പറ്റും, ഈ വിരലിനകത്തും ഈ മാംസത്തിലുമാണ് കൂടുതൽ അടി വരുന്നത്. കാരണം നമ്മൾ കവണ പിടിക്കുന്നത് ഇങ്ങനെ ചരിച്ചാണ് പിടിക്കുന്നത്. എന്നെങ്കിൽ ഇവിടെ കറക്റ്റ് വന്ന് കൊള്ളത്തുള്ളൂ. ചിലപ്പം ഈ അടിയുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ല് പിന്നെ ഒടിഞ്ഞു ഒരു ദശയും ഒരു എന്തോ നമ്മുടെ ഊപ്പാട് വന്നു പോകും. വിരലൊക്കെ എല്ല് വന്ന് ഇതൊക്കെ അടിച്ച് ഒടിഞ്ഞു കഴിഞ്ഞോണ്ടല്ലേ കഴപ്പ്, വേദന, പിന്നെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ചിലവ്. ആശുപത്രി കൊണ്ടുവരുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചേ എങ്ങനെയൊക്കെ എന്ന് ചോദിക്കും. അത് ചോദിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മീനിൻ്റെ ദേഹത്ത് ആ പുറത്തൂടെ കാണുന്ന ആ അലൂമിനിയത്തിൻ്റെ ആ കോട്ടിങ് ഉണ്ടല്ലോ, ആ കോട്ടിങ് വിഷാംശമുള്ളതാണ്. അത് വീട്ടിൽ നമ്മൾ ഇരുമ്പ് വെച്ച് മീനെ റെഡിയാക്കിയാലും ചതമ്പല് കളഞ്ഞാലും അതിൻ്റെ ആ കോട്ടിങ് ആ ഇരുമ്പിനകത്തിരിക്കും, ആ അലൂമിനിയം പൂലിരിക്കുന്നത്. അത് നമ്മുടെ വിരലിനകത്ത് മുറിഞ്ഞ രക്തത്തിൽ പറ്റിക്കഴിഞ്ഞാൽ അതിപ്പോഴല്ല, നമ്മളൊരു പ്രായമാകുമ്പോഴത്തേനും നമുക്ക് പല അസുഖങ്ങളായിട്ട് മാറും. എങ്ങനെ ചൊറിച്ചിൽ, അങ്ങനെ പല രോഗങ്ങളായിട്ട് മാറും. നമ്മളറിയുന്നില്ലല്ലോ. അന്നേരം അതിനുള്ള ചികിത്സിക്കും. അതുകൊണ്ട് കൂടുതൽ ഇത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് അത് വേണ്ട, എനിക്ക് നല്ല രീതിയിൽ അടിക്കാൻ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് പോയി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ പറഞ്ഞു തരാനുള്ള പറഞ്ഞു തന്നു. നമ്മൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന മീൻ മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റെന്തെങ്കിലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ അതെനിക്കൊരു പ്രശ്നമായി വരില്ല. ഞാൻ അതുകൂടെ പറയാം. നിങ്ങളെ മീൻ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു തന്നിട്ടുള്ളത്, ഇപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരാളെ ദ്രോഹിക്കാനോ പിന്നെ വേറെ വളർത്തു മീനെയൊന്നും അടിക്കാൻ നിൽക്കരുത്. വേറെ ഒന്നിനും ഉപദ്രവിക്കാൻ നിൽക്കാതെ നമ്മൾ മീനെ മാത്രം പിടിക്കുക. അതുപോലെ പോകാൻ നേരത്ത് ആളിനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ബാക്കിലെ ആളിനെ നിർത്താവും. ഒരിക്കലും നമ്മുടെ വലത്തെ സൈഡിലോ ഇടത്തെ സൈഡിലോ നിർത്തരുത്. കാരണം നമ്മൾ പഠിക്കാൻ നേരത്ത് ഇത് എങ്ങനെയൊക്കെ പോകുന്ന വെള്ളത്തിലടിക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ പോകുന്ന നേരത്ത് വെള്ളത്തിൻ്റെ ടോപ്പിൽ തട്ടി ചിലപ്പോൾ തെറ്റിയൊക്കെ മേലോട്ട് പോകും. നമ്മൾ ആദ്യം അടിക്കാൻ പോകുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. പഠിക്കുമ്പോൾ മേളിൽ തട്ടി അങ്ങ് പോകും മേലോട്ട്. അറിയാവുന്ന ഒരാൾ അടിക്കുമ്പം അടിക്കുന്ന കറക്റ്റ് വെള്ളത്തിൻ്റെ അടിയിലോട്ടാണ് പോകുന്നത്.
പഠിച്ച് വരുമ്പം മേളിൽ തട്ടിപ്പോവും. ഞാനും അങ്ങനെ പറ്റിയിട്ടുണ്ട് ഒത്തിരി. ഞാൻ നമ്മുടെ ഈ വീട്ടകത്തിട്ട് അടിച്ച് പഠിച്ചതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഒരു ചിറയുണ്ട്, ആ ചിറയിൽ പോയി ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. അത് കോലാനൊക്കെ അടിച്ച് പഠിച്ചാണ് എടുത്തത്. നമ്മൾ മാക്സിമം കോലാനെ അടിച്ച് പഠിക്കാതിരിക്കാൻ നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല. ഒരു ഉന്നത്തിനും ഒരു രസത്തിനും വേണ്ടി നമ്മൾ അതിനെ അടിച്ചു കഴിയുമ്പം ചിലപ്പം കൊണ്ട് ഇതിനകത്ത് കയറിയിരിക്കത്തില്ല. ചിലത് ചിലപ്പോൾ ഇതിനകത്ത് കയറിയിരിക്കും. ചിലപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ചിലവരെടുത്താൽ കളയും, മെനക്കെടണ്ടെന്ന് പറഞ്ഞാൽ അതിനെ എടുത്ത് കളയും. അതുകൊണ്ട് ഒരിക്കലും അതിനെയൊന്നും അടിച്ച് പഠിക്കാൻ നിൽക്കരുത്. നമ്മൾ ഈ ഡാർട്ട് കൊണ്ട ഒടിയാത്ത കമ്പുകളുണ്ട്, ഈ വിരലിൻ്റെ കനമുള്ള എന്തെങ്കിലും എടുത്ത് ഇടുക. ഇല്ലെങ്കിൽ ചെറിയൊരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുടെ അടപ്പ് എടുത്ത് വെള്ളത്തിൽ ഇടുക. ഒരുപാട് ദൂരം ഇടണ്ട, പക്ഷെ അടുത്തിട്ടാൽ മതി. അതിനകത്ത് അടിച്ച് പഠിക്കുക. ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് ഇറങ്ങാവുന്ന ഭാഗത്തൊരു വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിൻ്റെ അടിയിൽ ആ ടോപ്പിൽ നിന്ന് ഒരു ശകലം താത്തൊരു കമ്പ് ഇതുപോലെ, ഇതിപ്പം വെള്ളമാണെങ്കിൽ ഈ വെള്ളത്തിന് ഇച്ചിരി താത്ത് ഒരു കമ്പ് കുഴിച്ച് വെച്ചിട്ട് ആ കമ്പിനകത്ത് എന്തെങ്കിലും കെട്ടിയിടണം. ഈ വെള്ളത്തിൻ്റെ അടിയിൽ കമ്പിനകത്ത് എന്തെങ്കിലും കെട്ടിയിടുമ്പോൾ ടോപ്പിൽ ഇങ്ങനെ വെള്ളം നിൽക്കുമെന്നല്ലോ. എന്നിട്ട് നമ്മൾ എയിം ചെയ്ത് പഠിക്കുക. ഈ വെള്ളത്തിൻ്റെ അടിയിൽ കെട്ടിയിട്ടിരിക്കുന്നതിനകത്ത് അടിച്ച് പഠിക്കുമ്പോൾ അപ്പോൾ ആ അടിക്കാൻ നമുക്കറിയാം ഈ സാധനം അമ്പ് പോകുന്നത് എങ്ങനെ, മേളിൽ കൂടെ ആണോ താഴെ കൂടെ ആണോ, അങ്ങനെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിചയമുള്ള ഭാഗത്തെ പോയി ഇറങ്ങാൻ നിൽക്കാവൂ, വേറെ എങ്ങും ഇറങ്ങാൻ നിൽക്കരുത്. പിന്നെ അങ്ങനെ പോകുമ്പോൾ കൂടെ ഒരാളും കൂടെ വേണം. ഫിഷിങ്ങിന് പോകുമ്പോൾ നമ്മൾ മീനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്, മറ്റ് ശ്രദ്ധകൾ നമ്മളെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും മീനെ നമ്മൾ എയിം ചെയ്ത് നിൽക്കുമ്പോഴും നമ്മുടെ കൂടുതൽ ശ്രദ്ധ നമ്മുടെ ബാക്കിൽ വേണം. എന്തുവാലും ശരി തന്നെ നമ്മുടെ ചെറിയൊരു ശ്രദ്ധ ബാക്കിൽ വേണം. മീനെ മാത്രം നമ്മൾ നോക്കി നിൽക്കരുത്. അതുകൊണ്ട് അതും ഒറ്റയ്ക്ക് പോകുന്നവർക്ക് വേണ്ടി അതും നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ചിലപ്പം വീണ് പോയി കഴിഞ്ഞാൽ പോയി. ആളില്ലാത്ത ഭാഗത്തൊക്കെ ആയിരിക്കും മീൻ അനക്കമില്ല ആവിയില്ലാതെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ആളിനെയും കൊണ്ട് പോവുക. അതുപോലെ പഠിക്കുമ്പം പുറകെ നിർത്തുക. പഠിച്ച് കഴിഞ്ഞ് നല്ല രീതി കൈ തെളിഞ്ഞതിന് ശേഷമേ വേറൊരാളെ പഠിപ്പിക്കാൻ നിൽക്കാവൂ. ഇല്ലെങ്കിൽ നമുക്കത് പണിയാവും. ഇത് തിരിച്ച് വന്ന് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ കൊണ്ടിരിക്കത്തില്ല. ഇറങ്ങി ഈ ഇതിനകത്തൂടെ നൂലായിരിക്കും കിടക്കുന്നത്. ശരീരത്തൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം കയറി അതിനകത്തിരിക്കും ലോക്ക്. പിന്നെ കീറി കണ്ടിച്ച് കെടുക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ അതുപോലെ കണ്ണാടി ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുക. സ്റ്റൈലിന് വേണ്ടി ഇടുന്ന കണ്ണാടിയല്ല. പലരും ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ നീ സ്റ്റൈലിന് വേണ്ടി ഇടുന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ അവർക്കത് അറിയത്തില്ല. നമ്മൾ പിന്നെ അത് പറഞ്ഞു കൊടുക്കാനും നിൽക്കത്തില്ല. അറിയാൻ വയ്യാതെ പറഞ്ഞു പോകുന്നത് അവർ കളിയാക്കി പറയുന്നത്. അപ്പോൾ അവരെൻ്റെ കൂടെ ഒരു എണ്ണം പറഞ്ഞാൽ അത് മീനെ കാണുന്ന കണ്ണാടിയാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ മേടിച്ചിട്ടപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞങ്ങ് പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ കണ്ണാടിയും കൂടെ ഇടുക, ഇച്ചിരിയും കൂടെ നല്ല കണ്ണാടിയും കൂടെ മേടിച്ചിടുക. അപ്പോൾ ഈ കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ സൈഡ് മറവില്ല. ഈ സൈഡിന് മറവില്ലാത്തതുകൊണ്ട് എന്തോ നമ്മളിത് ഇടുമ്പോൾ ഉണ്ടല്ലോ ഈ ബാക്കിൽ നിന്ന് വെട്ടം ഇതിനകത്ത് വന്ന് അടിക്കുമ്പോൾ ഫ്രണ്ടിൽ നടക്കുന്ന നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ ബാക്കിൽ നിന്ന് വെട്ടം വന്നിട്ട് അടിക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗ്ലാസ് ഇത്രയും മറവുള്ളത് ഇടിയോ ഇല്ലെങ്കിൽ ഒരു തൊപ്പിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഫ്രണ്ട് കറക്കി ഇഞ്ഞിപ്പുറത്തിട്ടാലും മതി. അപ്പം ബാക്കിൽ നിന്ന് വെയിൽ വന്നാൽ തൊപ്പിയിലേ അടിക്കത്തുള്ളൂ. നമ്മൾ കണ്ണാടി ഇങ്ങനെ ഇടുമ്പോൾ ഈ കണ്ണാടിക്കകത്ത് വന്ന് അടിക്കത്തില്ല. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ അതുപോലെ റബ്ബർ പൊട്ടി ഇതിനകത്ത് വന്ന് അടിക്കും, അതുകൂടെ നോക്കിക്കോണം. അപ്പം ഫിഷിങ് കഴിഞ്ഞാലും ശരി തന്നെ ഇതുപോലെ റബ്ബർ കിടക്കുവാണെങ്കിൽ റബ്ബർ നമ്മൾ ഊരി ഫിഷിങ് കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ റബ്ബർ ഊരി നമ്മൾ ഇടുക. ഇട്ടിട്ട് ഫിഷിങ്ങിന് പോകുമ്പം എടുത്ത് സെറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മൾ എടുക്കാൻ നേരത്ത് റബ്ബർ നോക്കുക. ചിലവർക്ക് ചിലപ്പം ഇങ്ങനെ ഇടിക്കാൻ നേരത്ത് കൊള്ളത്തില്ല. അതെന്താ കൊള്ളാത്തതെന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് റബ്ബർ മോശമായിരിക്കും, ഇതിൻ്റെ ടമ്പർ കുറയും. 2 ഈ ഡാർട്ടിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലായിരിക്കും. ഈ സൈഡിൽ കിടന്നു കഴിഞ്ഞാൽ ഈ ഒരെണ്ണത്തിൻ്റെ വലിവേ കിട്ടത്തുള്ളൂ. ഈ റബ്ബറിൻ്റെ വലിവേ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കത്തുള്ളൂ. ഉണ്ടോ, ഇങ്ങനെ വലിഞ്ഞ് നിൽക്കത്തുള്ളൂ. ഇത് 2ൻ്റെയും സെൻറ്റർ കിടക്കണം, എന്നെങ്കിലേ മീൻ അടിക്കാൻ പറ്റും. ഇതുണ്ടോ, ശ്രദ്ധിച്ചോ, ഉണ്ടോ. അപ്പോൾ ഈ പുഴി ഉണ്ടല്ലോ, ഈ പുഴി നമ്മൾ ഉന്നം നോക്കുന്ന പുഴിയുടെ നേരെ കണ്ടോ, ആ ഡാർട്ട് ഇരിക്കുന്നുണ്ടോ, ഡാർട്ടിൻ്റെ ഫ്രണ്ട് കണ്ടോ, ആ പുഴിയുടെ തൂക്കിന് കണ്ടല്ലേ, ശ്രദ്ധിച്ചല്ലേ, കണ്ടോ ഡാർട്ട് അങ്ങനെ വേണം ഇരിക്കുക. അതുപോലെ ഇത് കിടന്ന് ചുറ്റിയൊന്നും ഇരിക്കരുത്. അതുപോലെ പിന്നെ വേറെ ഏറ്റവും ബെസ്റ്റായിട്ട് പറഞ്ഞു തരേണ്ട ഒരു കാര്യമുണ്ട്, അതിപ്പോൾ കാണിച്ചു തരാം.
അതാണ് ആദ്യമേ ചെയ്യേണ്ടത്. ഈ ഒരു സാധനം ഇത് ഹാൻഡ് മെയ്ഡാണ്. ഇത് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കരിമീനെ പിടിക്കുന്ന സെറ്റപ്പ് സാധനം കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് റെഡിയാക്കുന്നത് ഈ സാധനം റീല്. ഈ റീൽ നമ്മൾ പെട്ടെന്നൊരു മീനെ കാണുമ്പോൾ നമ്മൾ എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്നൊരു മീനെ കാണുമ്പോൾ നമ്മൾ ഏം ചെയ്യും. പഠിക്കുന്നവരെ കാര്യം പെട്ടെന്ന് നമ്മൾ അടിക്കും. വലിയ മീൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്കും. അടിക്കുന്നതിന് വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമോ, ഇങ്ങനെ ഇരിക്കുമോ ഡാർട്ട് എല്ലാം സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കും. നമ്മൾ മീനെ കാണുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് നമ്മൾ പെട്ടെന്ന് അടിക്കുമ്പോൾ ഇത് പോകത്തില്ല കണ്ടോ, ഇത് പോകത്തില്ല. ഈ ട്രാഗ് ഇത് ടൈറ്റാണെങ്കിൽ ഈ നൂല് ഇതിൽ നിന്ന് പോകത്തില്ല, ഇങ്ങനെ ടൈറ്റായിരിക്കും. അന്നേരം ഇത് തിരിച്ചു വന്ന് നമ്മുടെ ചെള്ളയിലോ നെഞ്ചത്തോ എവിടെയെങ്കിലും കണ്ണിലോ എവിടെയെങ്കിലും വന്ന് അടിക്കും. അതുകൊണ്ട് എപ്പോഴും പുതിയതായിട്ട് ഉപയോഗിക്കുന്നവർ എപ്പോഴും കണ്ടോ ഇതിൻ്റെ പുറകെ ഒരു ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ ഇങ്ങനെ ഒന്ന് ഞെക്കി കഴിയുമ്പോൾ കണ്ടോ നൂലിറങ്ങി വരുന്നുണ്ട്. ഇതുപോലെ നൂല് ഇങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോവും കണ്ടോ. എന്നിട്ട് ഇത് പിടിച്ച് ഇനി കറക്കിയാൽ മതി. അപ്പോൾ അത് കൈ വരും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഓപ്പൺ അടിച്ച് വെച്ചതിന് ശേഷമേ ഡാർട്ട് നമ്മുടെ ബ്രൈഡ് ഇതിനകത്ത് സെറ്റ് ചെയ്യാവൂ. അപ്പോൾ അതുകൂടെ ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടിയിട്ട് മേടിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ വന്ന് അടി കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. പിന്നെ അത് നൂത്തെടുക്കാൻ പാടാ. പോയാൽ പോയി, എല്ലൊക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പോയി. ഇതുകൊണ്ട് അടി കൊണ്ട് കഴിഞ്ഞാൽ എല്ലാം ഒടിഞ്ഞു പോയാൽ പോയി. അതുകൊണ്ട് ഇത് ഓപ്പൺ അടിക്കുക. പിന്നെ അതുപോലെ ഓപ്പൺ അടിക്കുമ്പോൾ ഇതിനകത്ത് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കിടപ്പുണ്ട്. അപ്പോൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാന്നേ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശകലം ഒന്ന് കുറച്ചിടുക. ഉണ്ടോ ഈ സൗണ്ട് കേൾക്കണം, ഈ സൗണ്ട് കണ്ടോ, ഈ സൗണ്ട് കേൾക്കണം. ഈ സൗണ്ട് കേൾക്കുന്ന രീതി ഒന്ന് കുറച്ചിടുക. അതെന്തിനാണ് കുറച്ചിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഓപ്പൺ അടിച്ച് ചിലപ്പം ഓപ്പൺ അടിക്കാൻ മറന്നുപോയി. നമ്മളെടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ അടിച്ച് റബ്ബർ ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ തിരിച്ചിത് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങ് പോവും കണ്ടോ, ഇങ്ങനെ അങ്ങ് പോകുമ്പം തിരിച്ച് നമുക്ക് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സേഫ്റ്റി ഉണ്ട്. അപ്പോൾ അതുകൂടെ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ബ്രൈഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ അകത്ത് രണ്ട് കാല് സൈഡിലോട്ട് ഇരിപ്പുണ്ട്. അത് നമ്മൾ ചുറ്റുമ്പം അവരാണ് ഹെൽപ്പ് ചെയ്ത് അകത്തോട്ട് ചുറ്റി കയറ്റുന്നത്. അപ്പോൾ അത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് ഓപ്പൺ അടിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടിക്കുമ്പം ചിലപ്പം ബ്രൈഡ് ഇറങ്ങി വരത്തില്ല. അപ്പോൾ ആ കാലിൻ്റെ സൈഡിൽ കൂടെ ആയിരിക്കും ഈ ബ്രൈഡ് നിൽക്കുന്നത്. നമ്മൾ ഓപ്പൺ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ കാല് അകത്തോട്ട് ഇറങ്ങി പോകുമ്പം ഈ ബ്രൈഡും കൊണ്ട് അകത്തോട്ട് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇത് ടൈറ്റായിട്ട് നിൽക്കും. നമ്മളറിയത്തില്ല, ഓപ്പൺ അടിച്ചില്ലേ, അപ്പോൾ അറിയത്തില്ല. അന്നേരം എന്തോ ചെയ്യണമെന്ന് അറിയാമോ, ഇത് ചെറുതായിട്ടൊന്ന് പിടിച്ച് ഇങ്ങനെ ഇടുക. ഒത്തിരി പിടിച്ചിടണ്ട, ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഓപ്പൺ അടിക്കുക. എന്നിട്ടാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചൊന്ന് ഇടുക. പിടിച്ചിട്ടിട്ട് അടിച്ചാൽ മതി. അതല്ല നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഓപ്പൺ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു കൈ കൊണ്ട് ഇതിങ്ങനെ വലിക്കാൻ നിൽക്കണ്ട, ഇങ്ങനെ പിടിച്ച് വലിക്കാൻ നിൽക്കണ്ട. നമ്മുടെ ഈ കൈ ശ്രദ്ധിച്ചു, ഈ കൈ ഒന്ന് ശ്രദ്ധിച്ചോണേ. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഡാർട്ടൊന്ന് ആക്കിയാൽ മതി. കണ്ടോ ഡാർട്ട് ആക്കുന്നുണ്ടോ, ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. ഇങ്ങനെ ആക്കുമ്പോൾ ഇത്രയും ലൂസായി കിടക്കും, എന്നിട്ടേ അടിക്കാവും. പിന്നെ ഈ നൂലൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ കോട്ടൻ്റെ നൂല് അത് കണ്ടോ, ഇത് കീറിപ്പോയതാണ്ടോ. കാരണം നമ്മൾ ആ നോർമൽ ഡാർട്ടിലൊക്കെ പിടിക്കുമ്പോഴേ വെള്ളത്തിൻ്റെ നനവ് കൂടെ തട്ടി ഇത് കീറിപ്പോന്നേ. അപ്പം കൂടുതൽ ഇത് ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിക്കുക. 3 എയിമിങ് പിടിക്കുമ്പോൾ കവണ ഇങ്ങനെ തിരിയാനോ അങ്ങോട്ട് പോകാനോ പാടില്ല. കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ കണ്ണാടി വെക്കുക. ഒരു തൊപ്പിയും കൂടെ മേടിച്ച് വെച്ചാൽ എത്രയും നല്ലത്. ഇപ്പോൾ ഇതെല്ലാം വേണം. കൂടെ ഒരാളും കൂടെ ഉണ്ടായിരിക്കണം. ഒറ്റയ്ക്ക് പോയി ഫിഷിങ്ങിനായിട്ട് പോകരുത്. പക്ഷെ മീനെ കണ്ട് പെട്ടെന്ന് എടുത്ത് അടിക്കുകയും ചെയ്യരുത്. അപ്പോൾ അതും വരാം. സമാധാനം. നമ്മുടെ ഈ ഫിഷിങ്ങിന് കൂടുതൽ വേണ്ടത് ചെറിയൊരു സമാധാനം. ദേഷ്യം കാണിച്ചാൽ കിട്ടത്തില്ല. നമ്മൾ എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും ശരി തന്നെ കിട്ടത്തില്ല. അടുത്ത സമാധാനം
കിട്ടുന്നേ കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ ഇല്ല. പോയി വെറുതെ വന്നു. ഞാൻ എത്രയേ ദിവസം കൊണ്ട് എത്ര കിലോമീറ്റർ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയെന്നറിയാമോ? ഞാൻ ഇത് മേടിച്ച സമയത്ത് കിട്ടിയിട്ടില്ല. ചുമ്മാ എണ്ണ പോകുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. പിന്നെ നമ്മൾ അത് നിൽക്കുന്ന പൊസിഷനനുസരിച്ച് അടി പോകുമ്പോഴത് മനസ്സിലാക്കി എടുക്കുന്നത്. പറഞ്ഞു തന്നിട്ടില്ല എനിക്ക്, മനസ്സിലാക്കിയെടുക്കുക. ഇല്ലേ നമ്മളെ ഒരാളെ വീഡിയോ എടുത്ത് കാണുമ്പോൾ അയാൾ അടിക്കുന്നത് എങ്ങനെയാണെന്ന് ചില അതിനകത്ത് സ്ലോ മോഷനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ എയിമിങ് അവർ പറഞ്ഞു തരത്തില്ല. പിന്നെ വളർത്തുമീനേന്ന് അടിക്കരുത്, വേറൊരു കാര്യത്തിന് ഇത് ഉപയോഗിക്കരുത്. വീണ്ടും പറയാം, എനിക്കത് പറഞ്ഞു തന്നിട്ട് അവസാനം എനിക്കത് കുഴപ്പമായി വരലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ കൊച്ചു പിള്ളേരെ ഒന്നും എടുത്ത് കൊടുക്കരുത്. അവരെയും കൊണ്ട് പോകരുത് ഫിഷിങ്ങിന്. ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് അവരെയും കൊണ്ട് പോകരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ണ് തപ്പി ഇതും വെച്ച് എന്തെങ്കിലുമൊക്കെ സാധനം പണിഞ്ഞെടുക്കുകയാണെങ്കിൽ കുഴപ്പമാവും. അവർക്കറിയത്തില്ല അതിൻ്റെ അപകടങ്ങളെന്തുവാന്ന്. അട്ടി കിട്ടുമ്പോഴായിരിക്കും അറിയുന്നത്. അതുകൊണ്ട് കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം വേറൊരു കാര്യം കൂടെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോകുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് വെച്ചിരിക്കണം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ബൂട്ട് ഷൂ ഉണ്ടല്ലോ, കവറിങ്, കാലിൻ്റെ കവറിങ് മൊത്തത്തിലുള്ള ഷൂ മാത്രമല്ല, മേലോട്ട് കവറിങ് ഉള്ളത്, അത് ഒരെണ്ണം എടുത്തിടുക. കാരണം നമ്മൾ ഈ കാട്ടിലൊക്കെ പോകുന്നത് എന്തെങ്കിലും കിഴന്തെങ്കിലും ഉണ്ടാകാൻ അറിയത്തില്ല. അപ്പോൾ അതും ഒരു സേഫ്റ്റിയാണ്, അതിടുക. പിന്നെ ഇടയ്ക്ക് കണ്ണാടിയൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് തുടയ്ക്കണം. പിന്നെ ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് മേടിക്കാൻ കിട്ടാൻ മീനെ പോയിട്ട് നമുക്ക് റിട്ടേൺ ഊരേണ്ട കാര്യമില്ല. അതാണ്ട് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും കണ്ടോ തുറന്നെടുക്കാൻ കണ്ടോ. അതുപോലെ സെറ്റ് ചെയ്യാം. ഇതും നമുക്ക് തുറന്നെടുക്കാം ഉണ്ടോ. ലോക്ക് വേണ്ടെങ്കിൽ ലോക്ക് നമുക്ക് ഊരി മാറ്റാം കേട്ടോ. ലോക്ക് ഊരി മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഉണ്ടോ. മിക്കവാറുള്ള കരിമീനൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഈ ലോക്ക് വേണമെന്നില്ല. കരിമീൻ അടി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഇതിൽ പിടിച്ച് ചുറ്റാൻ നിൽക്കല്, അന്നേരം നൂലിൽ പിടിച്ച് കയറ്റാൻ നിൽക്കണം. കരിമീൻ അടി കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പിടിച്ച് ചുറ്റാൻ പോണ്ടല്ലോ, ആ കരിമീൻ ചെന്ന് എന്തെങ്കിലും കമ്പിനകത്തോ എവിടെയെങ്കിലും പാറയുടെ കീഴിൽ കയറി പൊട്ടി നമ്മുടെ ഈ ബ്രൈഡ് പോവും, ഈ ഡാർട്ട് പോവും, എല്ലാം പോവും. അതുകൊണ്ട് നമ്മൾ അന്നേരം നൂലിൽ പിടിച്ചാൽ കയറ്റുക. അതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ ഈ കരിമീനെ അടിക്കുകയാണെങ്കിൽ അതിനെ പകുതി വലിയ കനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡാർട്ട് അങ്ങ് അപ്പുറത്ത് പോയിക്കോളും. അപ്പം ഊരി പോത്തില്ല. വാഹേനയൊക്കെ അടിക്കുവാണെങ്കിൽ, വാഹേന വരാലിനൊക്കെ അടിക്കുവാണെങ്കിൽ ഇതിന് നമ്മൾ മറ്റേ ആ ലോക്കുണ്ടല്ലോ, ആ ലോക്ക് ഇടണം. ഇല്ലെങ്കിലുണ്ടല്ലോ അതിൻ്റെയൊക്കെ മാംസമൊക്കെ കട്ടി കുറവായതുകൊണ്ട് അതങ്ങ് ഊരിപ്പോവും. ഊരിപ്പോയി കഴിഞ്ഞാൽ ആ മീൻ എവിടെയെങ്കിലും പോയി ചാവി അടിക്കുക എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഈ ലോക്ക് അങ്ങ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നോളും, നമ്മൾ പിടിക്കുന്നിടത്ത് വന്നോളും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഐറ്റങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക ഉണ്ടല്ലോ. നമുക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇത്രയും, ഫിഷിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ ആണിത്. ഇതേ കയ്യിൽ സെറ്റ് ചെയ്യുന്ന സാധനങ്ങളാണിത്. പിന്നെ കണ്ണാടി സംഭവങ്ങളൊക്കെ വേണം. ഇതിൻ്റെ എയിമിങ് ഞാൻ കാണിച്ചു. ഇതിൻ്റെ എയിമിങ് നമുക്ക് ഇവിടെ ഇഷ്ടമുള്ളത് എടുക്കാം ഉണ്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ എടുക്കാം ഉണ്ടോ. ഈ നൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂല് കണ്ടോ ഇതിൻ്റെ സെൻറ്ററിലേ വരുന്നത് കണ്ടോ. ഈ നൂല് നമ്മൾ ഈ കെട്ടിയിരിക്കുന്ന ബ്രൈഡ് ഇതിൻ്റെ സെൻറ്ററിലേ വരുന്നത്. അപ്പോൾ സെൻറ്റർ വഴി കണ്ട് ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും കണ്ടോ. ആ നൂല് കണ്ടോ, നൂല് കിടക്കുന്നുണ്ടോ, ഇങ്ങനെ കയറി പോവും. അങ്ങനെ ഉന്നം കറക്റ്റാവും കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട ഈ ബ്രൈഡ് കെട്ടിയിരിക്കുന്നുണ്ടോ, ഈ ബ്രൈഡ് കെട്ടിയിരിക്കുന്ന ഇതിൻ്റെ കറക്റ്റ് കണ്ട സെൻറ്റർ, ഈ സെൻറ്ററിൽ കൂടെ വന്ന് ഈ വെട്ട് കണ്ടോ, ഈ വെട്ടി കൂടെ ആണ് നമ്മൾ കറക്റ്റ് നോക്കുന്നത്. പഠിക്കാൻ നേരത്തെ അങ്ങനെ നോക്കുന്നുണ്ട് ഉണ്ടോ, കറക്റ്റ് കൊള്ളുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ. പിന്നെ ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും, കുറേ ദിവസമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും എന്നും പറഞ്ഞ് ദേഷ്യം കൊണ്ട് മാറരുത്. സാധനം ഒന്നും അടിച്ച് പൊട്ടിക്കരുത്. കാരണം അത്രയ്ക്കുള്ള ദേഷ്യങ്ങൾ ഉള്ളവരുണ്ട്, എനിക്കും അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ അടിച്ച് പൊട്ടിച്ചിട്ടില്ല. നമ്മൾ പതുക്കെ കൊണ്ടത് ശ്രമിക്കുക, അടിപൊളിയായിട്ട് കയറി വരും. ഒന്നും കൊണ്ടും പേടിക്കണ്ട, മെനക്കെടാങ്കിൽ ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞു തരുന്ന എയിമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച്
സങ്കല്പിക്കുക. നമ്മളിങ്ങനെ സ്വപ്നമൊക്കെ കാണാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഒരേ ആലോചിക്കുമ്പോൾ നമുക്ക് കാണാമല്ല മീൻ നിൽക്കുന്നതും വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സങ്കല്പിച്ച് അത് മനസ്സിൽ കൊണ്ടും സങ്കല്പിച്ചെടുക്കുക. അത് എങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതിനെ കിട്ടും എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ.